ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ് അഥവാ ലൈംഗിക പരിമിത സ്വഭാവങ്ങളെ കുറിച്ചാണ്. ആദ്യമായിട്ട് വിവിധ തരം സെക്സ് ട്രേറ്റ്സ്, അതായത് ലിംഗ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. 3 തരത്തിലുള്ള പാരമ്പര്യ ലിംഗ സ്വഭാവങ്ങളാണ് കാണപ്പെടുന്നത്. സെക്സ് ട്രേറ്റ്സ് ഷോ 3 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഫസ്റ്റ്, സെക്സ് ലിമിറ്റഡ് സ്വഭാവങ്ങൾ അഥവാ ലൈംഗിക പരിമിത സ്വഭാവങ്ങൾ, സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ്. ദെൻ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് സ്വഭാവങ്ങൾ അഥവാ ലൈംഗിക സ്വാധീനമുള്ള സ്വഭാവങ്ങൾ, അതായത് സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സ്. സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ, സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ്. ഇതില് പ്രത്യേകിച്ച് സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സും സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ സെക്സ് ലിംഗ സ്വഭാവങ്ങളെ കുറിച്ച് അറിയാമല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പ്രത്യേക ക്ലാസ്സിലാണ്. ഇതെല്ലാം അടുത്ത ക്ലാസ്സുകളിലൂടെ പഠിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കും. ഇനി നമുക്ക് ഇത് 3 സ്വഭാവങ്ങളെ കുറിച്ച് ഒരു ഓവറോൾ കാര്യം പറഞ്ഞിട്ട് സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കും. ഇവിടെ സെക്സ് ലിമിറ്റഡ് സ്വഭാവങ്ങളും സെക്സ് ഇൻഫ്ലുവൻസ്ഡ് സ്വഭാവങ്ങളും രണ്ടും ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻസ് ഇരിക്കുന്നത് പിന്നെ ഓട്ടോസോമിലാണ്, അതായത് സ്വരൂപ ക്രോമസോമുകളിലാണ്. അതായത് സെക്സ് ക്രോമസോമുകളിൽ കാണുന്നില്ല എന്നർത്ഥം. അപ്പൊ സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ നേരെ മറിച്ചാണ്. എവിടെയാണ് സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനുകൾ കാണുന്നത്? സെക്സ് ക്രോമസോമുകൾ, അതായത് ലിംഗ ക്രോമസോമുകളായ എക്സിലോ വൈയിലോ കാണാം. അപ്പോ ഇവിടെ സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനും സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനും ഓട്ടോസോമിലാണ് കാണുന്നതെങ്കിലും രണ്ടിന്റെയും എക്സ്പ്രഷൻ വ്യത്യാസമാണ്. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മറ്റൊരു കാര്യം, ഈ സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് ഞാൻ പറഞ്ഞു എക്സ് ക്രോമോസോമിലോ വൈ ക്രോമോസോമിലോ കാണാം. അപ്പോൾ എക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് ഉണ്ട്, പിന്നെ വൈ ലിങ്ക്ഡ് ട്രേറ്റ്സ് ഉണ്ട്. അപ്പൊ എക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങളും വൈ ലിങ്ക്ഡ് സ്വഭാവങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ ഈ വൈ ലിങ്ക്ഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് അപൂർവം ചിലതല്ലേ ഉള്ളൂ. ഉദാഹരണം ഹൈപ്പർ ട്രൈക്കോസിസ്, ഹെയറി, പിന്നെ അപ്പോ തന്നെയല്ല വൈ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത് തന്നെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. സ്ട്രൈ ജീൻസ് എന്നെല്ലാം പറയുന്നുണ്ടല്ലേ. അത് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പൊ വൈ ലിങ്ക്ഡ് സ്വഭാവം ഒരു എക്സാമ്പിൾ ഹൈപ്പർ ട്രൈക്കോസിസ്. ഇനി എക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് കാണാം, എക്സ് ലിങ്ക്ഡ് റെസസീവ് കാണാം. അതായത് എക്സിനോട് ചേർന്ന് പ്രകട സ്വഭാവങ്ങൾ കാണാം, എക്സിനോട് ചേർന്ന് ഗുപ്ത സ്വഭാവങ്ങളും കാണാം. അപ്പോൾ ഈ എക്സിനോട് ചേർന്ന ഗുപ്ത സ്വഭാവം, അതായത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ആയിട്ടുള്ള ഡിസീസ് ക്യാരക്ടറിൽ ആണ് നമ്മൾ ഹീമോഫീലിയ, വർണ്ണാന്ധത, അതായത് കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ കൂടുതൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. ശരി, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസീസിന് ഉദാഹരണങ്ങൾ ശരിക്കും നമ്മൾ ഓർത്തിരിക്കണം. അതായത് ഇപ്പോൾ ഞാനൊരു 3 കൊടുത്തിട്ടുണ്ട്: റെറ്റ് സിൻഡ്രോം, ഇൻകോണ്ടിനെൻഷ്യ പിഗ്മെന്റി, കോഫിൻ ലോറി സിൻഡ്രോം. ഇതിനെ കുറിച്ച് ഉള്ള കൂടുതൽ കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് ഹ്യൂമൻ ഡിസീസ് ഇൻ ജനറൽ ധാരാളം സിൻഡ്രോംസും മെറ്റബോളിക് ഡിസോർഡർ ഒത്തിരി ഉണ്ടല്ലോ. അവിടെയൊക്കെ നമ്മൾ പഠിക്കും. അതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറയാതെ നിൽക്കറിയാം. അപ്പൊ ഇപ്പൊ തൽക്കാലം റെറ്റ് സിൻഡ്രോം, ഇൻകോണ്ടിനെൻഷ്യ പിഗ്മെന്റി, കോഫിൻ ലോറി സിൻഡ്രോം എല്ലാം എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസീസ് എന്ന് ഓർക്കുക. അതുപോലെ മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ എക്സാമിന് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇതാണ്: മനുഷ്യരിൽ ഹീമോഫീലിയയ്ക്ക് കാരണമാകുന്ന ജീൻ എക്സ് ക്രോമോസോമുകളിലാണ് കാണപ്പെടുന്നത്. താഴെ പറയുന്നതിൽ സാധ്യമല്ലാത്തത് കണ്ടെത്തുക. സാധ്യമല്ലാത്തത് ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല, അത് അടുത്ത സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് പോകുമ്പോൾ പറയാം. ഞാനിപ്പോ വായിച്ചതിന്റെ കാരണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും HSC ഒരു വരാൻ പോകുന്ന എക്സാമിന് 99% ചോദിക്കാം എന്ന് പറയാൻ, ചിലപ്പോൾ 100% സെക്സ് ട്രേറ്റ്സിലെന്ന് ചോദിക്കാം. അത് സെക്സ് ലിങ്ക്ഡ് എന്ന് തന്നെ ആകണമെന്നില്ല, ഇപ്പോൾ ലിമിറ്റിൽ എന്നായിരിക്കാം, ചിലപ്പോൾ പിന്നെ ഇൻഫ്ലുവൻസിൽ എന്നായിരിക്കാം, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്നായിരിക്കാം.
അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയാ. ദെൻ സെക്സ് ലിമിറ്റഡ് സ്വഭാവമുണ്ട്. സെക്സ് ലിമിറ്റഡ് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾ സ്വരൂപ ക്രോമസോമുകളിൽ, അതായത് ഓട്ടോസോമിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അതായത് ലിംഗ ക്രോമസോമുകളായ എക്സ് ക്രോമസോമിലോ വൈ ക്രോമസോമിലോ കാണുന്നില്ല. ലിംഗപരിമിതമായ ജീനുകൾ 2 ലിംഗങ്ങളിലും കാണപ്പെടുന്നുവെങ്കിലും ഒരു ലിംഗത്തിൽ മാത്രമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. ഒരേ ജനിതക രൂപം ഉണ്ടായിട്ടും ഇത്തരം ജീനുകൾ 2 ലിംഗങ്ങൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങൾക്ക് കാരണമാകുന്നു. അതോ മനസ്സിലാക്കാം, ഒരേ ജീൻ, ഒരേ അലീൽസ് 2 ലിംഗങ്ങളിലും കാണുകയാണ്, എങ്കിലും ഒരു ലിംഗത്തിൽ മാത്രമേ പ്രകടിപ്പിക്കപ്പെടുന്നു. നമുക്ക് അറിയാം, സ്ത്രീകളെ സ്തന വളർച്ച, പുരുഷന്മാരിലെ താടി, ഇതെല്ലാം ഉദാഹരണങ്ങളാണല്ലോ. ഉദാഹരണങ്ങൾ കൊണ്ട് പിന്നെ പറയാം. പിന്നെ അതുപോലെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സെക്സ് ലിമിറ്റഡ് ജീനുകൾ ലിംഗ നിരൂപതയ്ക്ക്, അതായത് സെക്ഷൽ ഡൈമോർഫിസത്തിന് കാരണമാകണം. അപ്പൊ ഇതിലിപ്പോ തെറ്റിച്ചൊക്കെ ചോദിക്കും. അപ്പോ സെക്ഷൽ ഡൈമോർഫിസത്തിന് ഉദാഹരണമാണ് ഏത്? സെക്സ് ലിമിറ്റഡ് സ്വഭാവങ്ങൾ. നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഈ സെക്സ് ഇൻഫ്ലുവൻസിലൂടെ ക്ലാസ് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ പിടികിട്ടും. അപ്പൊ അതില് ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റില് ഫോർ എക്സാമ്പിൾ ബാൾഡ്നെസ് നോക്കാം. ബാൾഡ്നെസ് അവിടെ ക്യാപിറ്റൽ ബി ആണെങ്കിൽ മെയിലിലും ഫീമെയിലിലും കഷണ്ടി ചെയ്യാം. സ്മോൾ ബി ആണെങ്കിലും അല്ലെങ്കിൽ രണ്ടിലും നോർമലാണ്. പക്ഷേ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണെങ്കിലോ മെയിലില് ബാൾഡാണ്, ഫീമെയിലില് നോർമലാണ്, അല്ലേ? അപ്പോ അവിടെ സെക്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു 2 ക്വസ്റ്റ്യൻ. ലിംഗ നിരൂപതയ്ക്ക് കാരണമായ ഒരു സ്വഭാവമാണ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് സ്ത്രീകളുടെ തന്നിട്ടുള്ളതില്. ഇതാണ് ഹൈപ്പർ ട്രൈക്കോസ് ആണെങ്കിൽ എന്താ, വയലന്റ് ആണ്. പിന്നെ സ്ത്രീകളിലെ സ്തനവളർച്ച അതാണല്ലോ. പുരുഷന്മാരിലെ പുരുഷ പാറ്റേൺ കഷണ്ടി ഏതാണ്? സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ ആൻസർ ബി ആണ്. സെക്സ് ലിമിറ്റഡ് ജീനുകളെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഒരേ ജീൻ ഓരോ ലിംഗത്തിലും വ്യത്യസ്തമായ ആവിഷ്കാരം കാണിക്കും. അതെ, ശരിയാണ്. ഒരേ ജീൻ ഒരു ലിംഗത്തിൽ ആധിപത്യവും മറുവശത്ത് മാന്യഫലവും ഉണ്ടാക്കും. അതേതാണ്? സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പൊ അത് തെറ്റാണ്. ലിംഗ ദുരൂപതയ്ക്ക് കാരണം ഏതാണ്? അത് സെക്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ ആൻസർ ഏതാണ്? സി ആണ്. 1 and 3 ആണ്. ഓക്കെ, താങ്ക് യു.